കണ്ണീരോടെ രാജാവിൻ്റെ അവസാനത്തെ ആട്ടം. നാം കാണാൻ ഭയപ്പെട്ടിരുന്ന ആ ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പച്ചപ്പുൽ മൈതാനങ്ങളിൽ സിംഹത്തെ പോലെ ഗർജിച്ചിരുന്ന ആ മനുഷ്യൻ കരിയറിൻ്റെ അവസാന നാളുകളിലേക്ക് നടന്നു നീങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നത് വെറും ഒരു പേരല്ല, അതൊരു വികാരമാണ്, ശ്വാസമാണ്, ജീവനാണ്. മദീനയിലെ ആ ദരിദ്ര ബാലനിൽ നിന്നും ലോക ഫുട്ബോളിൻ്റെ ചക്രവർത്തി പദവിയിലേക്ക് അയാൾ നടന്നു കയറിയത് പൂത്തുലഞ്ഞ വഴികളിലൂടെ ആയിരുന്നില്ല. മാധ്യമങ്ങളും വിമർശകരും അയാളെ വേട്ടയാടിയപ്പോഴൊക്കെ തകർന്നുപോയ ഒരു ജനതയ്ക്ക് വേണ്ടി അയാൾ ഒറ്റയ്ക്ക് പോരാടി. പ്രായം അയാളുടെ കാലുകളുടെ വേഗത കുറയ്ക്കുന്നുണ്ടാകാം, പക്ഷേ ആ നെഞ്ചിലെ പോരാട്ട വീര്യം അടയ്ക്കാൻ ഈ ലോകത്തൊന്നിനും കഴിയില്ല. ഇനിയൊരു ലോകകപ്പിൻ്റെയോ യൂറോ കപ്പിൻ്റെയോ വലിയ വേദികളിൽ ആ 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് അയാൾ ഉണ്ടാകില്ല എന്ന ചിന്ത പോലും ഓരോ ആരാധകൻ്റെയും നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. കളി തോൽക്കുമ്പോൾ കൊച്ചു കുട്ടിയെപ്പോലെ വിതുമ്പിക്കരയുന്ന അയാളെ കാണുമ്പോൾ നമ്മളും അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം അയാൾ ജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനായിരുന്നു. ഇതാണ് റൊണാൾഡോയുടെ ലാസ്റ്റ് ഡാൻസ്. ഈ മൈതാനത്ത് നമ്മൾ കാണുന്ന അവസാന ചുവടുകൾ. ഇനി ഒരിക്കലും ആ വായുവിലെ ഉയർന്നുചാട്ടവും ആർപ്പുവിളിയും തത്സമയം നമ്മളെ തേടി വരില്ലായിരിക്കാം. റൊണാൾഡോ എന്ന ഇതിഹാസം ബൂട്ട് അഴിച്ചുവെക്കുന്ന അന്ന് ഫുട്ബോൾ ലോകത്തിൻ്റെ പകുതി വെളിച്ചമാണ് അണഞ്ഞു പോകുന്നത്. വിമർശകർ പലതും പറഞ്ഞോട്ടെ, പക്ഷേ ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം മായാത്ത കണ്ണീരോടെ അഭിമാനത്തോടെ ഓരോ ആരാധകനും പറയും, ഞങ്ങൾ ജീവിച്ചിരുന്ന കാലത്താണ് ആ രാജാവ് മൈതാനങ്ങൾ ഭരിച്ചിരുന്നത് എന്ന്.